അച്ഛേ അച്ഛേ അച്ഛേ. ഓ സണ്ണിക്കുട്ടിയോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഓരോന്നിങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോ ചുറ്റും നടക്കുന്ന ഒന്നും അറിയില്ല. അതിനിടെ നിന്നോടൊന്ന് ഇരിക്കാൻ പറയാൻ പറഞ്ഞു. നീ ഇരിയടാ. എന്തിനച്ചായ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നു? മനസ്സ് കിടന്നങ്ങ് നേറുക സണ്ണി. രാത്രി കിടന്നാ ഉറക്കം വരികയില്ല. കർത്താവ് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? ഇന്നില്ലെങ്കിൽ നാളെ ഇതൊക്കെ നമുക്കുള്ളതല്ലേ? അല്ല, ഇതൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതേ മോനെ, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അന്നക്കുട്ടി പോയി കഴിഞ്ഞപ്പോ എല്ലാം പോയ പോലെ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊരു തോന്നല. ആർക്കു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ? അത് ശരി. അപ്പൊ അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അവളുണ്ടായിരുന്നപ്പോ ജീവിതത്തിനൊരു ചന്തം ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വല്യമ്മച്ച് എപ്പോഴും പറയും ചേട്ടത്തിയുടെ പ്രാർത്ഥനയെപ്പറ്റി, വിശ്വാസത്തെപ്പറ്റി. അവള് പ്രാർത്ഥിക്കുമ്പോ അത് മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. അത്രയ്ക്ക് ഉള്ളിത്തട്ടിയുള്ള പ്രാർത്ഥനയാ. പക്ഷെങ്കിൽ അതൊന്നും അവക്ക് വേണ്ടിയായിരുന്നില്ല, ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് പിറക്കാതെ പോയ മക്കളാന്ന് പറയും. അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി വേറെ ആരാ പ്രാർത്ഥിക്കാൻ? എല്ലാത്തിനും ഒടുവിൽ എനിക്ക് വേണ്ടി ഒരു വാചകം പറയും. കർത്താവേ, കൂട്ടത്തിൽ എന്റെ ഔസേപ്പച്ചനെ കൂടെ കാത്തോണേന്ന്. അത് മതി, അത്രയും മതി. അത് കേട്ടാ മതി. പുണ്യം ചെയ്ത് ജന്മാച്ചായ. അതാ കർത്താവ് നേരത്തെ അങ്ങ് വിളിച്ചത്. ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. കാരണം മനസ്സുകൊണ്ട് അവൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മയായിരുന്നു. ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചു വളർത്താൻ കഴിയാതെ പോയ അമ്മ. ആ ദുഃഖം ചേട്ടത്തിക്കുണ്ടായിരുന്നു. എന്റെ ഒരു തോന്നലാണെന്നറിയില്ല. ശരിയാ മോനെ. അല്ല, ഏത് പെണ്ണ അങ്ങനൊരു കാര്യത്തിന് സങ്കടപ്പെടാത്തെ? പക്ഷെ ആ സങ്കടം മറന്നവൾ ജീവിച്ചത് മുഴുവൻ പ്രാർത്ഥന കൂടാ. അത് നേരാ. വെല്ലുമിച്ച് അതെപ്പോഴും പറയും. കർത്താവേ, ഇവിടെ ഒരു കുഞ്ഞും പട്ടിണി കിടക്കാൻ ഇടവരരുതേ, ഒരു കുട്ടിയും അനാഥമാവരുതേ. ആരോരുമില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് നാഥനാകണേ. ഇതൊക്കെയായിരുന്നു അവളുടെ പ്രാർത്ഥനകൾ. കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറയുന്നു. പക്ഷേങ്കില് അവള് പോയപ്പോ കൂടെ എല്ലാം പോയി. പ്രാർത്ഥനയും പോയി, പ്രാർത്ഥിക്കാനുള്ള എന്റെ മനസ്സും പോയി. നിനക്കറിയോ സണ്ണിക്കുട്ടി, അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൂടെ അവളില്ലാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അച്ചായ, എനിക്ക് അച്ചായന് അത്രയും വിവരമില്ല, ലോകപരിചയവും ഇല്ല. എന്നാലും പറയൂ, അച്ചായൻ കാണിച്ച ഏറ്റവും വലിയ ബുദ്ധിമോശം ആ പ്രാർത്ഥന കൈവിട്ട് കളഞ്ഞതാ. കളഞ്ഞതല്ല മോനെ, കഴിയാതെ പോകുന്നതാ. അത് ശരിയല്ല അച്ചായ. ഈ വീട് വിട്ടൊരു പുറം ലോകം കണ്ടിട്ടില്ലാത്ത ചേട്ടത്തിക്ക് ഒരു സാർത്ഥതയുമില്ലാതെ ഈ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇത്ര അറിവും വിവരമുള്ള അച്ചായന് സ്വന്തം ദുഃഖം മാത്രം ചിന്ത അല്ലേ? സണ്ണിക്കുട്ടി, അച്ചായൻ അറിയോ, 40 വർഷമായി ഞങ്ങളുടെ വല്യപ്പച്ചൻ മരിച്ചിട്ട്. ഇപ്പൊ വല്യമ്മച്ചയ്ക്ക് 80 വയസ്സ്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ജീവിച്ചിരിക്കുന്നത് മക്കളെ എന്ന് പറയും എപ്പോഴും. വഴിയിൽ കൂടി കടന്നു പോകുന്ന കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കും. സൈറം മുഴക്കിക്കൊണ്ട് ഓരോ ആംബുലൻസ് കടന്നു പോകുമ്പോഴും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ആ ജീവനെ കാത്തോണേന്ന്. അതാ പ്രാർത്ഥന. എനിക്കങ്ങനെ വിചാരിക്കാനും പെരുമാറാനും കഴിയുന്നില്ല മോനെ. അതാ. കഴിയണം അച്ചായ, കഴിയണം. അങ്ങനെ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിയണം. അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അച്ചായന്റെ സ്നേഹവും പ്രാർത്ഥനയും ആവശ്യമുള്ള അനേകരുണ്ട് ഇവിടെ. അനാഥർ, രോഗികൾ, ആരോരുമില്ലാത്തവർ. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, മുടങ്ങാതെ പ്രാർത്ഥിക്കണം. അതിന് രാവെന്നില്ല, പകലെന്നില്ല, വീടെന്നില്ല, വഴിയെന്നില്ല, എപ്പോഴും എവിടെയും ആർക്കു വേണ്ടി. ആ പ്രാർത്ഥന അച്ചായൻ ആശ്വാസം തരും.
ആശ്രയം തരും. അച്ചായ, ഇത് പറയാനാ വല്യമ്മച്ചി എന്നെ ഇങ്ങോട്ട് അയച്ചത്. അമ്മച്ചി അച്ചായന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്.